പദാർത്ഥം എന്ന് പറയുമ്പോൾ അതിന് ഇരിക്കാൻ ഒരു പരിധികളുണ്ട്. ഒരു കുപ്പി ഗ്ലാസ്സിന് അതിന് പരിധികളുണ്ട്. അതിന് ഇത്ര വ്യാസം ഉണ്ട്. അതിന് ഇരിക്കാൻ ഒരു പ്ലേസ് വേണം. അതിന് പല ഗുണങ്ങൾ കൊണ്ട് അത് നിർണയിക്കപ്പെടണം. പക്ഷെ ഒരു വസ്തുതയാവുമ്പോ വസ്തുവാകുമ്പോ അതിന് ഇതൊക്കെ വസ്തുതയിലേക്ക് പോയാൽ അത് അനിയന്ത്രിതമാണ്. അതിന് വ്യാസമില്ല, വ്യാപ്തിയില്ല. ഏതുപോലെ സത്യത്തിന് എന്താ സത്യം എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുതയാണ്. ഈ സത്യം എന്ന് പറയുന്നതിന് നിലനിൽക്കാൻ ഒരു പ്ലേസ് വേണ്ട. അതൊരു വസ്തുവല്ല, അതൊരു പദാർത്ഥമല്ല. അതിന് വ്യാസം വേണ്ട, വ്യാപ്തിയില്ല. അപ്പൊ അതാണ് ഓരോന്നും മനസ്സിലാക്കാൻ ഓരോ മാനദണ്ഡമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വസ്തുവിന്റെ ഭാരം അളക്കുന്ന സംഗതി കൊണ്ടല്ല അതിന്റെ ദൂരം അളക്കുക. ആ വസ്തുവിന്റെ ദൂരം അളക്കാനുള്ള മാനദണ്ഡം അതിന്റെ ഭാരം അളക്കാൻ ഉപയോഗിച്ച മാനദണ്ഡം കൊണ്ടാവൂല. ഒരു വസ്തുവിന്റെ ഊഷ്മാവ് അളക്കാൻ ഈ ഭാരം അളക്കണോണ്ടും ദൂരം അളക്കണോണ്ടും ആ മാനദണ്ഡം പറ്റൂല. പറഞ്ഞാൽ മനസ്സിലായോ? ഒരേ വസ്തുവിന്റെ ദൂരം അളക്കാനും പിന്നെ ഭാരം അളക്കാനും ഒരേ സ്കെയിലല്ല. ഈ സ്കെയിൽ കൊണ്ടല്ല അതിന്റെ ഊഷ്മാവ് അളക്കാൻ. ഒരു വസ്തുവിന്റെ ഊഷ്മാവ് അളക്കുന്ന സ്കെയിലല്ല മറ്റൊരു വസ്തുവിന്റെ ഊഷ്മാവ് അളക്കാൻ. ഇപ്പൊ ഭൂമിയുടെ പിന്നെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ കൊണ്ട് ആകാശത്തിന്റെ ദൂരം അളക്കാൻ കഴിയില്ല. ഇങ്ങനെ വ്യത്യസ്തമായ ഇതാണ്. നിങ്ങൾ ഈ ദൈവം അള്ളാഹുവിനെ ഒന്നും കാണിച്ചു തരുന്നു പറഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു ആളുടെ പ്രസംഗം നന്നായിരുന്നു എന്ന് എങ്ങനെയാ നമ്മൾ പറയാം? അയാളുടെ നല്ല പ്രസംഗമായിരുന്നു. അത് ഈ ദൂരം അളക്കുന്ന സ്കെയിലും പറ്റൂല, ഭാരം അളക്കുന്ന സ്കെയിലും പറ്റൂല, ഊഷ്മാവ് അളക്കുന്ന സ്കെയിലും പറ്റൂല. അയാളുടെ പ്രസംഗം നല്ലതായിരുന്നു എന്ന് പറയാം. ഒരു ചിത്രം നല്ലതായിരുന്നു എന്ന് പറയാൻ, ഈ പ്രസംഗം നല്ലതാണ് എന്ന് പറയാൻ ഉപയോഗിച്ച ആ സ്കെയിൽ പറ്റൂല. ഒരു മ്യൂസിക് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്കെയിലൊന്നും അതിന് പറ്റൂല. എന്നതുപോലെ തന്നെ ദൈവത്തെ മനസ്സിലാക്കാൻ ഈ സ്കെയിലൊന്നും അല്ല. ഈ സ്കെയിൽ കൊണ്ടൊന്നും ദൈവത്തെ ഞങ്ങൾക്ക് അളന്ന് കാണിച്ച് ഇതാ ഒരു ദൈവം എന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ കഴിയില്ല. അത് ഉന്നതമായ ജ്ഞാനത്തിന്റെ ഉന്നതമായ അറിവിന്റെ തലത്തിലെത്തുമ്പോൾ അവന് ബോധ്യപ്പെടേണ്ട സംഗതിയാണ്. അതിന് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഉന്നതമായ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും തലത്തിലെത്തുമ്പോൾ ഒരു മനുഷ്യന് ബോധ്യപ്പെടേണ്ടതാണ് ദൈവം എന്ന് പറയുന്നത്. അത് ഈ സ്കെയിൽ കൊണ്ടൊന്നും അളന്ന് തിട്ടപ്പെടുത്തി കാണിച്ചു തരാനോ മനസ്സിലാക്കി തരാനോ പറ്റൂല. ഇപ്പൊ പ്രവാചകന് തന്നെ അങ്ങനെയാണ് ദൈവത്തെ മനസ്സിലായത്. ഖുർആൻ പറഞ്ഞു വലക്കത്ത് റആഹു ഫിൽ ഉഫ്ഖിൽ അഅല. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഉന്നതമായ ചക്രവാളത്തിൽ വെച്ചാണ് അള്ളാഹുവിനെ അദ്ദേഹം കണ്ടെത്തിയത്, ദൈവത്തെ കണ്ടെത്തിയത്. ഇവരത് ചക്രവാളത്തിലാക്കി. ചക്രവാളത്തിൽ ഇങ്ങനെ ഇരിക്കണ കണ്ടു അള്ളാഹാക്കി. ചക്രവാളത്തിൽ എത്തിയത് നബിയാണ്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉന്നതമായ തലത്തിൽ എത്തിയപ്പോഴാണ് ദൈവത്തെ ബോധ്യപ്പെട്ടു. അത് പെട്ടെന്ന് നമുക്ക് അത് ചില ആളുകൾ ദൈവത്തിനെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തിനാ ദൈവത്തെ നിഷേധിക്കണമെന്ന് അറിയില്ല. അത് ഈ മതങ്ങൾ സൃഷ്ടിച്ച ദൈവങ്ങളെയാണ് നിഷേധിക്കുന്നത്. മതങ്ങൾ സൃഷ്ടിച്ച ഒരു ദൈവം ഓരോരുത്തർക്ക് അസേരട്ട് ഇരുന്നിട്ട് ലോകത്തിന് വേണ്ട ഉപദ്രവങ്ങളും ഉപകാരങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ദൈവത്തെ നിഷേധിക്കല്ലാതെ നിവൃത്തിയില്ല. മൂപ്പര് ഒരു പ്രതികരണവും ഇല്ല. അക്രമം കൊണ്ട് വിളയാടുമ്പോഴും ദൈവം പ്രതികരിക്കുന്നില്ല. സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ ദൈവം വരുത്തിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഹൃദയമുള്ള മനുഷ്യ മസ്തിഷ്കമുള്ള ആളുകൾക്കൊക്കെ ഈ ദൈവത്തെ തള്ളി പറയാതിരിക്കാൻ കഴിയണില്ല. നേരെ മറിച്ച് നീതി വേണോ, ധർമ്മം വേണോ, സത്യം വേണോ, ഇതിന്റെയൊക്കെ ആവശ്യകത ബോധ്യപ്പെടുമ്പോഴേ ദൈവത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുള്ളൂ. അതിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഈ ദൈവത്തിൽ എനിക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ തോന്നിയതാണ്. എന്തിനാ ഈ അള്ളാഹു? അത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അപ്പൊ ഒന്നും കാണൂല. ഇത് നോക്കിക്കണം, ഭയങ്കര ഇരുട്ടിൽ നിന്ന് ഈ മതങ്ങൾ സൃഷ്ടിച്ച മുഴുവൻ ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ ഒന്നും കാണാത്ത അവസ്ഥ പോലെ ഉണ്ടാവും. അവർക്ക് ദൈവത്തെ നിഷേധിക്കുകയാണ്. ഏതുപോലെ ഒരു ഭയങ്കര ഇരുട്ട്, ഭയങ്കര കൂരാക്കൂരിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഭയങ്കര പ്രകാശത്തിലേക്ക് വന്നാല് ആകെ കണ്ണൊക്കെ അങ്ങോട്ട് ഒന്നും തുറക്കാൻ തന്നെ പറ്റൂല. ചുറ്റുപാടില്ല, ഒന്നും കാണാത്തൊരവസ്ഥ ഉണ്ടാവും. നമുക്കൊക്കെ ഉണ്ടാവും. എന്നതുപോലത്തെയാണ് മതങ്ങൾ സൃഷ്ടിച്ച അന്ധവിശ്വാസങ്ങളുടെയും ഇരുട്ടുകളുടെയും ആ പുകമറക്കുള്ളിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോ എന്ത് പടച്ചവൻ, എന്ത് ദൈവം, എന്തിനാ ഈ ദൈവത്തിന്റെ ആവശ്യകത എന്നൊക്കെ ഒരു നിഷേധമാണ് ആദ്യം വരിക. പിന്നെ കുറച്ചേരൊക്കെ കണ്ണൊക്കെ നേരെ റെഡിയായി ആ പ്രകാശത്തോടൊക്കെ ഒന്ന് താതാത്മ്യപ്പെട്ട് ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെട്ട് ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുമ്പോഴേ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ അവന് ദർശിക്കാനും കാണാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ.